രാജശേഖരൻ സന്താന സൗഭാഗ്യമില്ലാതെ ഏറെ ദുഃഖിതനായിരുന്നു. ശിവഭക്തനായ രാജാവ് സന്താന സൗഭാഗ്യത്തിനായി നിരന്തരം ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പൂജ ചെയ്തിരുന്നു. ശിവായ ഓം നമഃ 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 ശിവായ. ആരെവിടെ? അടിയൻ. പോയി മന്ത്രി അദ്ദേഹത്തെ വിളിക്കൂ. ഉത്തരവ് പോലെ രാജൻ. മഹാറാണി, നാം നായാട്ടിന് പുറപ്പെടുകയാണ്. പമ്പാതീരത്താണ് ഇത്തവണ പോകുന്നത്. അങ്ങനെ ആകട്ടെ രാജൻ. രാജൻ കൽപ്പിച്ചാലും. മന്ത്രി, നമുക്ക് നായാട്ടിന് പുറപ്പെടുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ തയ്യാറാണ് രാജൻ. റാണി, നാം പുറപ്പെടുകയാണ്. ശരി രാജൻ, പോയി വന്നാലും. പൂജാ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കൂ. ശരി മഹാറാണി, ഉത്തരവ് പോലെ. മന്ത്രി, മന്ത്രി. എന്താണ് രാജൻ? അടിയനോട് പറഞ്ഞാലും. അങ്ങ് കേൾക്കുന്നില്ലേ? അവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. അതെ അതെ രാജൻ, ഒരു കുഞ്ഞിന്റെ കരച്ചിൽ തന്നെ അടിയൻ കേൾക്കുന്നുണ്ട്. അടിയൻ പോയി നോക്കി വരാം. രാജൻ, അതെ, അതാ അവിടെ ഒരു കുഞ്ഞ്. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. വരൂ, വേഗം പോയി നോക്കാം. വേഗം വരൂ. അല്ലയോ രാജൻ, ഈ കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയി പുത്രനായി വളർത്തിയാലും സന്താന ദുഃഖത്താൽ വലയുന്ന അങ്ങയ്ക്ക് പരമശിവൻ നൽകിയ വരദാനമായി കരുതിയാലും. അങ്ങയുടെ വാക്കുകൾ സത്യമല്ലേ? എനിക്കിത് വിശ്വസിക്കാമോ? ഞാൻ സ്വപ്നം കാണുകയല്ലോ. ഒരിക്കലുമല്ല മഹാരാജാവേ. ഇവൻ കാരണം അങ്ങയും ദേശവും അറിയപ്പെടും. ഈ ഉണ്ണി ഒരു വിശേഷാൽ അവതാരമാണ്. അത് രാജന് കാലാന്തരെ മനസ്സിലാവും. ജന്മനാൽ മണി കഴുത്തിൽ ധരിച്ചവനാകയാൽ ഇവനെ മണികണ്ഠൻ എന്ന് പേര് വിളിക്കാം. മണികണ്ഠ, മണികണ്ഠ, എന്റെ പൊന്നുണ്ണി.
നമുക്കിനി മടങ്ങാം മന്ത്രി. നമ്മുടെ ആഗ്രഹം സാക്ഷാൽ പരമശിവൻ സാധിച്ചു തന്നിരിക്കുന്നു. അതേ രാജൻ, നമുക്ക് മടങ്ങാം. മണികണ്ഠനെ കണ്ടാൽ മഹാറാണി സന്തോഷവതിയാകും, അതിസന്തോഷവതിയാകും. റാണി, മഹാറാണി, ഓടി വരൂ. ഇതാരാണ് നമ്മുടെ അതിഥി എന്ന് നോക്കൂ. രാജൻ, എന്താണ് അങ്ങ് അതീവ സന്തോഷവാനാണല്ലോ? അതെ അതെ റാണി, നോക്കൂ, ഇവനെ, നമ്മുടെ പൊന്നു മകനെ. മകനോ? നമ്മുടെ മകനോ? എവിടെ? അങ്ങനെ കാലം കടന്നു. മണികണ്ഠന് രാജരാജൻ എന്ന ഒരു കുഞ്ഞനുജൻ കൂടി ജനിച്ചു. ഇന്ന് മണികണ്ഠൻ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി